സാർ, വില്യം സാറല്ലേ? അതെ. ഞാൻ ബാപ്പുട്ടി. സാർ ഓർക്കുന്നില്ലേ? ആ, നീ എന്താ ഇവിടെ? ബഷീറിന്റെ ഒരു ഫോട്ടോ പത്രത്തിലുണ്ടായിരുന്നു. ഞാൻ അത് അന്വേഷിച്ചു വന്നതാ. ബഷീർ ഈ സ്റ്റേഷനിൽ. ഞങ്ങൾ അവനെ അന്വേഷിച്ചു വന്നതാ. അവൻ ഈ സ്റ്റേഷനിലല്ല, അങ്ങ് ടൗൺ സ്റ്റേഷനിലല്ല. ഞങ്ങൾ അങ്ങോട്ട് പോവുക. നീ വരുന്നോ? എന്നാ കയറിക്കോ. ബഷീർ, നീ വന്നേ. വാ. നീ ഭക്ഷണം കഴിച്ചോ? നീ ആരാ ബഷീറെ? നിന്നെ ചുറ്റിപ്പറ്റി എന്തൊക്കെ രഹസ്യങ്ങളാ ഉള്ളത്? ആർക്കൊക്കെയാ നിന്നെ വേണ്ടത്? ഒരു മുസ്ലിം സഹോദരൻ നിന്നെ തേടി വന്നു. അവനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. വേറൊരാൾ വന്നു. പിന്നെ കണ്ടത് അയാളുടെ ശവമാണ്. നിന്നെ ചൊല്ലി ഇനി ഇവിടെ എത്ര മരണം നടക്കും? നീ കാരണം എന്റെ തൊപ്പി പോവുമോ ബഷീറെ? പോയാലും വേണ്ടില്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആഹാ, വാ വാ. വില്യംസോ? ഞായറാഴ്ചയല്ലേ, തിരുത കിട്ടുവോ നേലിക്കുട്ടി അന്വേഷിച്ചതേ ഉള്ളൂ. നേലിക്കുട്ടിയെ, ദാ വന്നിരിക്കുന്നു വില്യംസ്. വാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അറിയാം. മിനിയാന്ന് രാത്രിയെ പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ ഇന്നലെ, ഇല്ലെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും വരുമെന്നറിയാം. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ, ഇന്ന് സൺഡേ. നാളെയാണല്ലോ ബഷീറിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ബഷീറിന് ജാമ്യം കിട്ടരുത്. എന്റെ ഊഹം ശരിയല്ലേ? അതെ, ഒരു കാരണവശാലും ബഷീറിന് ജാമ്യം കിട്ടരുത്. വേറെ ഏതെങ്കിലും വക്കീലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പ് പറഞ്ഞേനെ. അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള അവന് വേണ്ടി അപ്പിയർ ചെയ്താൽ കുഴയും. ഞാനും നിയമം തന്നെയാ പഠിച്ചത്. എങ്കിലും പറയുക, അയാളുടെ ചില പോയിന്റ്സ് കേട്ട് ആരും അന്തം വിട്ടുപോകും. കൂടാതെ ജാമ്യം കിട്ടാൻ പാടില്ലാത്ത വിധം ഗൗരവമുള്ള ചാർജൊന്നും പ്രതിയുടെ പേരിൽ ഇല്ല. അങ്ങനെ ഒരു ചാർജ് ഇല്ലെങ്കിൽ വേണ്ട. ബഷീറിന്റെ പക്കൽ പൗരത്വം തെളിയിക്കാനുള്ള രേഖകളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളിന് കോടതി എങ്ങനെ ജാമ്യം അനുവദിക്കും? വില്യംസിന് ബിസിനസ് അറിയാം, നിയമം അറിയത്തില്ല. അത് വേറെ കേസ്, ഇത് വേറെ കേസ്. ഈ കേസുമായി ക്ലബ് ചെയ്യാൻ മൈഷേട്ട് സമ്മതിക്കത്തില്ല. പിന്നെ ഒരു പോയിന്റായി വേണമെങ്കിൽ വാദിക്കാമെന്ന് മാത്രം. ഇതിനേക്കാളൊക്കെ എളുപ്പം ഒരു വഴിയുണ്ട്. ഭാസ്കരപിള്ളയെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. നടക്കുന്ന കാര്യമല്ല ഉണ്ടേ പാർവോത്തച്ച. ഭാസ്കരപിള്ളയെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാ? അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞത് കാശിനെ ഉദ്ദേശിച്ചല്ല. വേറെ ഉണ്ടല്ലോ പ്രയോഗങ്ങൾ. ഭാസ്കരപിള്ള കോടതിയിൽ എത്താതിരുന്നാ മതി, നമ്മൾ ജയിച്ചു. വേറെ ആരെങ്കിലും ഹാജരായാലോ? അയക്ക് ജൂനിയേഴ്സ് അല്ലേ? വേറെ ആര് വേണോ ഹാജരായിക്കോട്ടെ, എനിക്ക് പേടിയില്ല. അവർക്ക് വേണ്ട വകുപ്പൊക്കെ എനിക്കറിയാം. നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം. വില്യംസേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാനൊന്ന് വീട്ടിലേക്ക് വരും. ആ പറ്റി കുറച്ച് ബാക്കിയുണ്ടല്ലോ. അത് കടം വാങ്ങിച്ചതല്ലയോ? ഇത് വേറെ കണക്ക്. ആ, ഞാൻ ഇല്ലെങ്കിൽ മാനേജരോട് പറഞ്ഞേക്കാം. വെട്ടിവെച്ച് കൊല്ലേണ്ട കേസുകളാ. എത്ര കിട്ടിയാലും ആർത്തി തീരിയില്ല. ഭക്തി കുറയത്തില്ലായിരിക്കും. എന്താ സാർ ടൈപ്പ് ചെയ്യുന്നത്? ബഷീറിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ നാളെ മൂവിയുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്യാം സാർ. വേണ്ടെന്നേ. സാരമില്ല, ഞാൻ ടൈപ്പ് ചെയ്യാം. എന്നാ ടൈപ്പ് ചെയ്യ്, ഞാൻ പോയി കാപ്പി കുടിച്ചിട്ട് വരാം.
ഹലോ. ഹലോ, ഗീതയാണോ? ഞായറാഴ്ചയാണെങ്കിലും സീനന്റെ വീട്ടിൽ തന്നെയാണല്ലേ? വക്കീൽ പണി മാത്രമേ ഉള്ളോ അതോ വേറെ വല്ല കൃഷിയുണ്ടോ? താങ്ക് യു. എസ് ഐ എവിടെ പോയി? മെയിൻ റോഡിലുള്ള പാലത്തിനടുത്ത് ഒരു ഡെഡ് ബോഡി ആരോ കണ്ടെന്നു. അത് അന്വേഷിക്കാൻ പോയിരിക്കുക. ഞാൻ വന്നിട്ട് പോയെന്ന് പറഞ്ഞു. ശരി സാർ. ആംഗിൾ ഇതില്ലേ? കേസ് നന്നായിട്ട് കിട്ടണം. ഓക്കെ, യു വെയിറ്റ് ഹിയർ. സാർ, ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. ആരാ മരിച്ചത്? ആ, അറിയില്ല. ഊരും പേരും അറിയാത്തൊരാൾ. ആ, പിന്നെ അവന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇത് ബഷീറിനെ കുറിച്ചുള്ള ന്യൂസ് വന്ന പേപ്പർ കട്ടിംഗ് ആണല്ലോ. ഇവനും ബഷീറിനെ തേടി എത്തിയതായിരിക്കണം. പക്ഷേ അവനെ കാണുന്നതിന് മുമ്പ് തന്നെ അയ്യോ, അവനിവിടെ ഇല്ലല്ലോ. ആരാ? വക്കീൽ സാറിന്റെ അമ്മയല്ലയോ? ആ, അമ്മയെ കണ്ടാലും മതി. എന്താ വേണ്ടത്? എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു. അവന്റെ പേര് ഭാസി. അവനിപ്പോ ഇല്ല. അമ്മേ, അമ്മയുടെ മോനെ ഭാസി എന്നല്ലേ വിളിക്കുന്നേ? അതെ. ചേട്ടനെയോ? ഭാസി ഏട്ടാന്ന് അല്ലേ? അറിഞ്ഞോ അറിയാതെയോ എന്റെ സുഹൃത്തിന്റെ പേര് നിങ്ങളുടെ മോളുള്ളത് കൊണ്ടാ ഞാനൊരു മുന്നറിയിപ്പ് തരാൻ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. മോളാണല്ലേ? അതെ. നീ ആളൊരു കൊച്ചു സുന്ദരിയാണല്ലോടി. നിങ്ങൾ ആരാ? എന്ത് വേണം? ഞാൻ ആരെങ്കിലും ആകട്ടെ, നിങ്ങളുടെ ആ പൊന്നാര മോൻ വരുമ്പോ എന്ന് പറഞ്ഞേക്ക് ആ അനാഥ ചെറുക്കൻ ബഷീറിന്റെ കാര്യത്തിൽ മാത്രം ഇടപെടരുതെന്ന്. ഇടപെട്ടാൽ ചിലപ്പോ ചിലർ തീരെ ഗതിമുട്ടുമെന്ന് പറയാറില്ലേ, ദൈവമേ ഇങ്ങനെ ഒരു ജന്മം വേണ്ടായിരുന്നേ എന്ന്. അതുപോലെ അമ്മയും മക്കളും പറഞ്ഞു പോകും, ജനിക്കേണ്ടിയില്ലായിരുന്നു എന്ന്. പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് കേട്ടല്ലോ. മോളെന്തിനാ പേടിക്കുന്നേ? വാ. സാർ അവനോടൊന്ന് പറയണം. സാറ് പറഞ്ഞാൽ അവൻ അനുസരിക്കും. എനിക്ക് തോന്നുന്നില്ല. അവന്റെ നേച്ചർ എനിക്കറിയാം. ഇതുപോലുള്ള ഭീഷണിക്കൊന്നും അവൻ വഴങ്ങില്ല. കൂടാതെ ഞാൻ പറയുന്നത് ശരിയല്ല. ഭീഷണികൾ പലതും എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും അതൊന്നും വകവച്ചിട്ടില്ല. അതവനറിയാം. അവനത് എന്നോട് തിരിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? സാർ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല. മറ്റൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്കൊരു മകനേ ഉള്ളൂ. വിഷമിക്കണ്ട, ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അവനോടുണ്ടോ? വീണമൂളിയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന. തൽക്കാലം 3 ദിവസത്തേക്ക് ഈ മരുന്ന് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് എക്സ്റേ എടുക്കാം. ഡോക്ടർ ഞായറാഴ്ച മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഉള്ളൂ. ബാക്കി ദിവസം സെന്റ് ജോൺ ഹോസ്പിറ്റലിലാ. ശരി, ഞങ്ങൾ വരട്ടെ. ശരി. എന്തായി കാണിക്കുന്നത്?
ആരാണെന്ന് അറിയില്ല സാർ. രണ്ടുപേര് കാറിൽ വന്ന് തല്ലി പൊട്ടിച്ചിട്ട് പോയി. ഇതുവരെ കണ്ടതും കേട്ടതും സാമ്പിളാ. ഇനി ഇതിലും വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്റെ വാക്ക് ധിക്കരിച്ച് നീ അവന്റെ വക്കാലത്ത് വാങ്ങിച്ചു. ഇനി ഇടപെടാനാണ് ഭാവമെങ്കിൽ ഇപ്പോ സ്വത്തിനെ പറ്റിയുള്ളൂ, അടുത്ത ശരീരത്തിനായിരിക്കും. അവൻ തന്നെയാണോ? അതെ, ഇപ്പൊ സ്വത്തെ നശിപ്പിച്ചുള്ളൂ, അടുത്ത എന്റെ ജീവനായിരിക്കുന്നു. ഇവനൊക്കെ ആണാണോ? ഊരും പേരും പറയാതെ ടെലിഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തുന്ന ഫൂൾ. വില്ലനാണെങ്കിൽ പോലും അവനും വേണ്ട അന്തസ്. ടെലിഫോണിൽ കൂടെ വിരട്ടുന്നു. മോനെ, ബാസി, നിന്റെ അമ്മയുടെ വിഷമം കണ്ട് നിന്നോട് റിക്വസ്റ്റ് ചെയ്യാൻ വന്നാണ് ഞാൻ. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇനി നിന്റെ ഭവിഷ്യത്ത് എന്തായാലും നീ ഇതിൽ നിന്ന് പിന്മാറരുത്. അയ്യോ സാറേ, നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒരു ചുക്കും സംഭവിക്കില്ല. അവന്റെ ഒക്കെ വിരട്ട് കേട്ട് പിന്മാറാനാണെങ്കിൽ എന്തിനാ വക്കീൽ എന്ന് പറഞ്ഞ് ഈ വേഷം കെട്ടി നടക്കുന്നത്? എന്ത് പറ്റിയെന്ന്? Who is appearing for the accused? I appear for the accused, Your Honor. I have already filed the bail application and the sureties are ready. APPക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ ജാമ്യം കൊടുക്കുന്നതിൽ? ഐ ഹാവ് എ ഹംബിൾ സബ്മിഷൻ. കഴിഞ്ഞ 2 ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഇന്ന് രാവിലെ മാത്രമാണ് കേസ് ഡയറിയും FIRഉം എനിക്ക് കിട്ടിയത്. അത് പഠിക്കുവാനുള്ള സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഈ കേസുമേൽ വാദം കേൾക്കാൻ നാളെ രാവിലെ വരെ സമയം അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യുവർ ഓണർ, ജാമ്യത്തിന് അർഹതയുള്ള ഒരാളെ യാതൊരു കാരണവശാലും പോലീസ് കസ്റ്റഡിയിൽ അനാവശ്യമായി ഡീറ്റെയിൻ ചെയ്യരുതെന്ന് സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട്. സർക്കാർ വക്കീൽ വാദിക്കാൻ തയ്യാറല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഈ ജാമ്യാപേക്ഷ അവധിക്ക് വെക്കുന്നത് ശരിയല്ല. അവധിക്ക് അപേക്ഷിക്കുന്ന ഒരു പുതിയ സമ്പ്രദായമൊന്നുമല്ല. പല കാരണങ്ങൾ കൊണ്ടും കോടതിയും അഭിഭാഷകരും പല കേസുകളും മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ മിസ്റ്റർ APP, ഇത് നിങ്ങളുടെ സ്ഥിരം പല്ലവിയാ. ഏത് കേസിലും എന്തെങ്കിലും നിസ്സാര കാരണം പറഞ്ഞ് നിങ്ങൾ അവധി ചോദിക്കും. ഏതായാലും ഈ കേസിൽ അവധി അനുവദിക്കുന്ന പ്രശ്നമില്ല. കേസ് നിങ്ങൾ പഠിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, കോടതി ഈ കേസിന്മേലുള്ള വാദം വീണ്ടും ഉച്ചയ്ക്ക് 3 മണിക്ക് കേൾക്കുന്നതാണ്. താൻ എന്തോന്ന് പണിയായി കാണിച്ചത്? കേസെന്തിനാ നാളത്തേക്ക് മാറ്റാൻ പറഞ്ഞത്? പാസി ഹാജരായതുകൊണ്ട് അയാൾ ഹാജരാകരുതെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നില്ലയോ? ശ്രമിച്ചു നോക്കി സാധിച്ചില്ല. നാളത്തേക്ക് മാറ്റിവെച്ചാൽ ഒരു രാത്രി കൊണ്ട് ഭാഷ ഇല്ലാതാകൂ. ഒരു രാത്രി കൊണ്ട് ഭാസി ഇല്ലാതാകത്തില്ല. വേണമെങ്കിൽ ബഷീർ ഇല്ലാതാകും. ഒന്ന് തെളിച്ചു പറമോത്തച്ചാ. വില്യംസേ, ജാമ്യം കൊടുക്കരുത് എന്ന് വാദിച്ചാൽ 50-50 ചാൻസേ ഉള്ളൂ. മജിസ്ട്രേറ്റിന് എന്നെ കണ്ടാൽ ചതുർത്ഥിക്ക് ചന്ദ്രനെ കാണുന്ന പോലെയാ. അല്ലെങ്കിൽ ആർക്കാ അല്ലാത്തത്? വില്യംസ് എന്തുവാ പറഞ്ഞേ? ഒന്നുമില്ല. ജാമ്യാപേക്ഷയിൽ വാദം നടന്നാലും ഇല്ലെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് സ്റ്റേഷൻ ലോക്കപ്പിൽ ഇടാൻ കോടതി സമ്മതിക്കത്തില്ല. റിമാൻഡ് കൊടുത്ത് സബ് ജയിലിലേക്ക് അയക്കും. ഇനി അഥവാ ലോക്കപ്പിൽ കിടന്നാൽ തന്നെ SI രാജു ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തുമില്ല. അവനെ പുറത്ത് കിട്ടിയാൽ സബ് ജയിലിലേക്ക് പോകുന്ന വഴിക്കോ സബ് ജയിലിൽ വച്ചോ എന്തും സംഭവിച്ചുകൂടെ? സമുദ്രം പോലെ ചാൻസ് ഉള്ളപ്പോ എന്തിനാ വില്യംസെ നക്കി കുടിക്കുന്നേ?
കോരി കുടിച്ചൂടായോ? അതുകൊണ്ടാ വാദിക്കാത്തത്. ഞാൻ കേറി വാദിച്ച് ചളവാങ്ങി അവന് ജാമ്യം കിട്ടിയ ഉള്ള ചാൻസും പോയില്ലയോ? അതാ ഞാൻ അവധി തന്നെ ചോദിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? 3 മണിക്ക് വീണ്ടും വെച്ചിരിക്കല്ലേ? സാധാരണഗതിയിൽ അവധി തരേണ്ടതാ. അപ്പോഴല്ലേ ആ കഴുത ഫാസി സുപ്രീം കോടതിയിലെ പുരാണവും പറഞ്ഞ് ജഡ്ജിയെ വരട്ടിയത്. ഇനി എന്താ മാർഗം? മാർഗം മാരുതി ഡീലക്സ് ആണല്ലേ? അതെ. എന്തായി സാറേ? ജാമ്യം കിട്ടിയില്ല, ഷുവർത്തി പോരെന്ന്. തീർച്ചയായിട്ടും കിട്ടുമെന്നാ വിചാരിച്ചത്. അല്ല, എന്തു പറ്റി പെട്ടെന്നിങ്ങനെ? ഒന്നും പറ്റിയില്ല. കോർട്ട് ഹാസ് ദ റൈറ്റ് ടു ഡിനൈ. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ആരെങ്കിലും കേട്ടാ വേറെ വല്ലതൊക്കെ ധരിക്കും. നീ വയ്ക്കോ, വൈകിട്ട് വീട്ടിക്കണം. ആ ശരി.